ഹായ്, ഈ വീഡിയോയിൽ അനാലിസിസിലെ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായ കോമ്പാക്ട് സെറ്റിൻ്റെ ഡെഫിനിഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ ഡെഫിനിഷനിലേക്ക് അങ്ങ് പോവുക ചെയ്യുക. കാരണം അതിൻ്റെ മുമ്പേ അതിൻ്റെ ഒരു നാച്ചുറൽ വേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികമല്ല. അപ്പോൾ ഈ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ മനസ്സിൽ എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും, ഇത് എന്തിനാ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ ആൽഫോഴ്സിൻ്റെ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് നേരത്തെ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോംപ്ലക്സ് അനാലിസിസിൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആൽഫോഴ്സ്. ആ ടെക്സ്റ്റിൻ്റെ അകത്ത് അദ്ദേഹം ഈ കോമ്പാക്ട് സെറ്റ് ഡിഫൈൻ ചെയ്തതിന് മുമ്പ് പറയുന്നുണ്ട്, കോമ്പാക്ട് സെറ്റ് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്താലും ഒരു തുടക്കക്കാരനായ സ്റ്റുഡൻറ്റിന് അത് കൺഫ്യൂസിങ് ആയിരിക്കും. അയാളെ കൺഫ്യൂഷന് എന്താ ഡെഫിനിഷൻ മനസ്സിലാക്കുന്നിടത്തല്ല പ്രശ്നം. അയാളെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഡിഫൈൻ ചെയ്തുള്ള ചോദ്യം ഉണ്ടാവും. അത് ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ഡെഫിനിഷൻ മനസ്സിലാക്കുക, അത് ഉപയോഗിച്ചുള്ള കുറച്ച് റിസൾട്ടുകളൊക്കെ കാണുമ്പോൾ അതിനോടങ്ങ് ഫ്രണ്ട്ലി ആവും. ഈ കോമ്പാക്ട് സെറ്റിന് മാത്തമാറ്റിക്സ് അനാലിസിസിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. ഒരുപാട് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അത് ഉപയോഗിച്ച് കാണാൻ പറ്റും പിന്നീട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതിൽ വേറൊരു കാര്യം കൂടി ആൽഫോഴ്സ് പറയുന്നുണ്ട്. ഈ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ ഡെഫിനിഷനല്ലേ, ഇതാണ് കോമ്പാക്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വേ എന്നതിലേക്ക് മാത്തമാറ്റീഷ്യൻസ് എത്താൻ തന്നെ ഒരുപാട് കാലം എടുത്തിട്ടുണ്ട് എന്നാണ് ആൽഫോഴ്സ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഇല്ലേ, ഇതെന്തിനാ അങ്ങനെ ഡിഫൈൻ ചെയ്തില്ല, അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് വഴിയേ അത് ക്ലിയർ ആയിക്കോളും. ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പക്ക മനസ്സിലാക്കി വെക്കുക. അപ്പം അതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പിന്നിലുള്ള ആശയം എന്താണ്, ആ കോമ്പാക്ട് സെറ്റിലേക്ക് എത്തിയത്, എന്തുകൊണ്ട് അങ്ങനെ ഡിഫൈൻ ചെയ്തുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കഴിയുമ്പം അതിന് ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളും. കുറേ അങ്ങോട്ട് പോകുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ നേരെ ഡെഫിനിഷനിലേക്ക് പോട്ടെ. ഈ കോമ്പാക്ട് സെറ്റ് ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പേ ഓപ്പൺ കവർ എന്നൊരു കൺസെപ്റ്റ് പറയേണ്ടതുണ്ട്. ഒരു മെട്രിക് സ്പേസിൻ്റെ അകത്ത് ഒരു സെറ്റ് ഇ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പൺ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ജി ആൽഫ എന്ന് വിളിക്കട്ടെ. എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ജി ആൽഫ ഈസ് സെറ്റ് ടു ബി എൻ ഓപ്പൺ കവർ ഓഫ് ഇ. എപ്പോൾ എന്നറിയോ, ആ കളക്ഷൻ്റെ യൂണിയൻ്റെ അകത്ത് ഇ ഉണ്ടെങ്കിൽ. പോസായിട്ട് മനസ്സിലാക്കുക, ഒരു മെട്രിക് സ്പേസിൻ്റെ അകത്ത് ഒരു സെറ്റ് ഇ എടുത്തു, അതിൻ്റെ ഒരു ഓപ്പൺ കവറാണ് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ജി ആൽഫ എന്ന് എപ്പോഴാണ് പറയുക, ആ ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ എടുക്കുക, അതിൻ്റെ അകത്ത് നമ്മൾ ഇ ഉണ്ടെങ്കിൽ ഈ സെറ്റ് ബി എൻ ഓപ്പൺ കവർ, ദിസ് കളക്ഷൻ ഈസ് സെറ്റ് ബി എൻ ഓപ്പൺ കവർ ഓഫ് ഇ. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ, ഞാൻ എന്താ ഈ ഒരു സെറ്റ് എടുത്തു, 0 മുതൽ 1 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എക്സ്ക്ലൂഡിങ് 0 and 1, അതായത് ഓപ്പൺ 0, 1 എന്ന് പറയാം അല്ലേ. സോ ഈ സെറ്റ് എടുത്തു, ഈ സെറ്റിൻ്റെ ഒരു കവറാണിത്, ഓപ്പൺ കവറാണിത്. കാരണം എന്താ, ഇവിടുത്തെ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇതാണ്, ഒരു ഓപ്പൺ സെറ്റും ഇതൊരു ഓപ്പൺ സെറ്റും, അതിൻ്റെ യൂണിയൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ 0, 1 അല്ലേ. സോ ഈ കളക്ഷൻ ഈസ് എൻ ഓപ്പൺ കവർ ഫോർ ദിസ് സെറ്റ്. ഇനി ഇതിൻ്റെ തന്നെ വേറെ ഓപ്പൺ കവറാണ് ഞാൻ എടുത്തത് അല്ലേ. 1/2 ഇത് നിങ്ങൾ ചിത്രം വരച്ച് നോക്കുക അല്ലേ. ഓപ്പൺ 0, 1 ആണ് നമ്മളെ സെറ്റ്. ഇതിൻ്റെ അകത്ത് എന്നെ 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 മുതൽ 1/2 വരെയുള്ള പോർഷൻസ്, പിന്നെ 3 കൊടുക്കുമ്പം 1 മുതൽ 1/3 വരെയുള്ള പോർഷൻ വരും അല്ലേ. ഓപ്പൺ 1/3 1 പറയുമ്പോൾ ഇതല്ലേ വരിക, പിന്നെ ഓപ്പൺ 1/4 1, അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് വലുതായി അല്ലേ. നിങ്ങൾ ഇനി മനസ്സിലാക്കുക, അതിങ്ങനെ വലുതായി ഇതിൻ്റെ മൊത്തം യൂണിയൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 0 മുതൽ 1 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇതിൻ്റെ യൂണിയനിൽ ഉണ്ടാവും. അത് നിങ്ങൾ പോസായിട്ട് മനസ്സിലാക്കണേ. അപ്പം ഈ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ്റെ സബ്സെറ്റാണ് നമ്മൾ ഓപ്പൺ 0, 1. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എൻ ഓപ്പൺ കവർ ഫോർ ഓപ്പൺ 0, 1. അതിൻ്റെ ഡെഫിനിഷൻ പക്കാ മനസ്സിലാക്കുക, ഓപ്പൺ കവർ എന്താണ്. ഓക്കെ, ഈ കോമ്പാക്ട് സെറ്റ് ഡെഫിനിഷൻ പറഞ്ഞതിന് മുമ്പേ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നേക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആർ വിത്ത് യൂഷ്വൽ മെട്രിക് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് എടുത്തു ഞാൻ, കെ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഞാൻ ഇവിടെ ഒക്കെ ഉദ്ദേശിച്ചത് ആർ വിത്ത് യൂഷ്വൽ മെട്രിക് ആയിരുന്നു കേട്ടോ. അതായത് ഇതൊരു ഓപ്പൺ കവർ ആണെങ്കിൽ ഈ ഓപ്പൺ 1/n1 അല്ലേ, ഈ സെറ്റ് ഓപ്പൺ ആവണ്ടേ അല്ലേ. അത് ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കിൽ ഇത് ഓപ്പൺ ആണല്ലോ അല്ലേ. ഇതൊക്കെ അവിടെ ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കിൽ ഓപ്പൺ ആണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ കവർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ പറയാൻ വിട്ടു അതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ആർ വിത്ത് യൂഷ്വൽ മെട്രിക് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുത്തു. കൺഫ്യൂഷനൊക്കെ ഉള്ളവർ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. കൺഫ്യൂഷനൊക്കെ സ്വാഭാവികമാണ്. ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് നമ്പറോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തുക, നല്ലപോലെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ ഈ എക്സാമ്പിൾ ഇതാ, ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുത്തു, അതിൻ്റെ സബ്സെറ്റായ കെ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എടുത്തു. ഇതൊരു കോമ്പാക്ട് സെറ്റാണ്. കാരണം എന്താ അറിയോ, ഈ കേക്ക്
നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊരു ഓപ്പൺ കവർ കൊണ്ടുവരിക. പല രീതിയിൽ ഇതിന് ഓപ്പൺ കവർ കൊണ്ടുവരാം. ഓപ്പൺ കവറിൻ്റെ കണ്ടീഷൻ എന്തേ ഉള്ളൂ, കളക്ഷൻ ഓഫ് ഓപ്പൺ സിസ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ടത്. അതിൻ്റെ യൂണിയൻ എടുത്താൽ ആ യൂണിൻ്റെ അകത്ത് കെ ഉണ്ടാവണം. ഞാനൊരു ഓപ്പൺ കവർ ഇനി കൊണ്ടുവരട്ടെ. ഇവിടെ കെ ഈ സബ്സെറ്റ് ഓഫ് യൂണിയൻ n ഈക്വൽ ടു 1 to infinity ഓപ്പൺ മൈനസ് n എന്ന് എഴുതാലോ അല്ലേ. ഇതിൻ്റെ യൂണിയൻ എടുത്ത് നോക്കുക. n 1 ആകുമ്പോൾ -1 1, പിന്നെ -2 2, -3 3, അങ്ങനെ മൊത്തം യൂണിയൻ എടുക്കുമ്പോൾ എൻ്റെ റിയൽ നമ്പേഴ്സ് വരില്ലേ. ഈ യൂണിയൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ റിയൽ നമ്പർ ആവും. അതിൻ്റെ സബ്സെറ്റിലേക്ക് അല്ലേ. സോ ഇത് ഓരോ ഓപ്പൺ -n എന്നും എന്താണ്, ഈ ഓരോ സെറ്റും ഓപ്പൺ ഇൻ ആർ വിത്ത് യൂഷ്വൽ മെട്രിക് ആണ്. സോ ദിസ് ഈസ് എൻ ഓപ്പൺ കവർ ഫോർ കെ. ക്ലിയർ അല്ലേ. ഇതേപോലെ നിങ്ങളുടെ മനസ്സിലും വേറെ വേറെ ഓപ്പൺ കവറുകൾ ഉണ്ടായിട്ടുണ്ടാവും കേക്ക്. ഓക്കെ, അപ്പോൾ ഇത് കോമ്പാക്റ്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താ അറിയോ, ആരൊരു ഓപ്പൺ കവർ ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ കേക്ക് പല രീതിയിൽ കൊണ്ടുവരാം. എങ്ങനെ ഒരു ഓപ്പൺ കവർ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ കവറിൻ്റെ അകത്തുനിന്ന് ഒരു ഫൈനൈറ്റ് സബ് കവർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ കെനെ കവർ ചെയ്യുന്ന. ഇവിടെ ഇപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സൈസ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ അകത്തുള്ള മൊത്തം ആൾക്കാർ വേണമെന്നില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫൈനൈറ്റ് ഓപ്പൺ സൈസ് മതി ഈ കെനെ കണ്ടു. നിങ്ങൾ പോസിറ്റ് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ അകത്തുള്ള എല്ലാവരുമാണ് ഈ കെനെ കവർ ചെയ്യാൻ വേണ്ട. ഇതിൻ്റെ അകത്തുള്ള ഓപ്പൺ -4 4 എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ഓപ്പൺ സെറ്റ് എടുത്താൽ പോരെ ഈ കെനെ കവർ ചെയ്യാൻ അല്ലേ. ഓപ്പൺ -4 4 എന്ന് പറഞ്ഞാൽ അത് ഈ കെ അല്ലേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കേക്ക് വേറെ ഏതെങ്കിലും കുറച്ച് കവറാ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഫൈനൈറ്റ് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നാണ് ഉപയോഗിച്ചത്, നിങ്ങൾക്ക് ഒന്നായിക്കോളന്നില്ല. ഒരു ഫൈനൈറ്റ് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫൈനൈറ്റ് എണ്ണം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളെ കവർ ചിലപ്പം വലുതായിരിക്കും. കവറിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാൽ മതി. ഇതേപോലെ ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെസ് ഉണ്ടായിരുന്നു ഇത് കവർ ചെയ്യുമ്പോൾ. പക്ഷേ അതിൻ്റെ അകത്തുള്ള ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ വേണമെന്നുണ്ടാവില്ല. ഫൈനൈറ്റ് ആൾക്കാരെ വേണമെന്നുണ്ടാവില്ല എന്നുള്ളതിനെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ കളക്ഷൻ്റെ അകത്തൊരു ഫൈനൈറ്റ് എണ്ണം മതി നിങ്ങൾ ഈ കെനെ കവർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കെ കോമ്പാക്റ്റ് എന്ന് പറയാം. കെ കോമ്പാക്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ, കേക്ക് നിങ്ങൾ ഏതൊരു ഓപ്പൺ കവർ കൊണ്ടുവന്നാലും അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫൈനൈറ്റ് സബ് കവർ കിട്ടും ഫോർ കെ. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫൈനൈറ്റ് ഓപ്പൺ സൈസ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫൈനൈറ്റ് എണ്ണത്തിൻ്റെ യൂണിയൻ്റെ അകത്തും കെ ഉണ്ടാവും. അതാണ് കോമ്പാക്റ്റിൻ്റെ ഡെഫിനിഷൻ. എ സബ്സെറ്റ് കെ ഓഫ് എ മെട്രിക് സ്പേസ് ഈസ് സെറ്റ് ടു ബി കോമ്പാക്റ്റ് ഇഫ് എവരി ഓപ്പൺ കവർ ഓഫ് കെ, ഒന്നോ രണ്ടോ അല്ല, ഏതൊരു ഓപ്പൺ കവർ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. ആ കവറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മൊത്തം വേണമെന്നൊന്നുമില്ല. അതിൻ്റെ അകത്തൊരു ഫൈനൈറ്റ് എണ്ണം മാത്രം മതി. നിങ്ങൾ ഓൾറെഡി കൊണ്ടുവന്ന കവർ ഫൈനൈറ്റ് കവറാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ഡെഫിനിഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താ, നിങ്ങൾ കൊണ്ടുവരുന്ന കവറിനകത്ത് ഇൻഫിനിറ്റ് ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്നൊരു ഫൈനൈറ്റ് എണ്ണം മതി ഇത് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് പകരം എക്സാമ്പിൾസ് ഇട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമ്പിൾസ് ഗാമമാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ എക്സസൈസുകൾ തരാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാറിൻ്റെ അകത്തുനിന്ന് ഏത് ഫൈനൈറ്റ് സെറ്റും കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ആറിൻ്റെ അകത്ത് മാത്രമല്ല എവിടെയും പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫൈനൈറ്റ് സെറ്റ് കോമ്പാക്റ്റ് ആണോ എന്നുള്ളത് ഒരു എക്സസൈസാണ്. ഇൻ എനി മെട്രിക് സ്പേസ് ഫൈനൈറ്റ് സെറ്റ് കോമ്പാക്റ്റ് ആണോ അല്ലേ എന്ന് നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്ത് നോക്കുക. ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോമ്പാക്റ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ഇനി കോമ്പാക്റ്റ് അല്ലാത്തൊരു സെറ്റ് കൂടി ഞാൻ തരട്ടെ. ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കിൽ ഇതാ ഈ ഓപ്പൺ 0 എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എടുക്കുക. ഇത് കോമ്പാക്റ്റ് അല്ല നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ, ഇതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഈ കവറില്ലേ, ഇതൊരു കവറാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഫൈനൈറ്റ് ആൾക്കാരേ ഉള്ളൂ. പിന്നെ അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് വാദിക്കേണ്ടിയില്ല, അത് തന്നെ ഫൈനൈറ്റ് സബ് കവറായിട്ട് എടുത്താൽ മതി. ഈ കവറില്ലേ നിങ്ങൾക്കൊരു എക്സസൈസ് തരികയാണ്. ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് പോസിറ്റ് ആലോചിച്ചാൽ കിട്ടും. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ഫൈനൈറ്റ് ആളെ ഈ ഓപ്പൺ സെറ്റിൽ നിന്ന് ഒരു ഫൈനൈറ്റ് എണ്ണം കൂടെ എടുത്തിട്ട് അതിന് യൂണിയൻ എടുത്താൽ ഓപ്പൺ 0 ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും കിട്ടൂല. ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ കിട്ടൂല. അപ്പോൾ ഈ ഓപ്പൺ 0 നിങ്ങൾക്ക് ഒരു കവർ കിട്ടി സച്ച് ദാറ്റ് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഇല്ല. അപ്പോൾ അത് കോമ്പാക്റ്റ് ആകുമല്ല. കോമ്പാക്റ്റ് ആണെങ്കിൽ എന്ത് വേണം, ഏതൊരു ഓപ്പൺ കവറും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവണം. ഇവിടെ പക്ഷേ ഒരു ഓപ്പൺ കവർ കിട്ടി സച്ച് ദാറ്റ് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഇല്ല. സോ ദിസ് ഈസ് നോട്ട് കോമ്പാക്റ്റ്. ബാക്കി കുറച്ച് എക്സസൈസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സ്വാഭാവികമാണ് ചില കൺഫ്യൂഷൻസിനൊക്കെ, പക്ഷേ അത് ആലോചിച്ചിട്ടും സംശയം ചോദിച്ചിട്ടും ഒക്കെ ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.